ഹലോ, ഇന്നിപ്പോ നമുക്ക് ഇവിടെ രാവിലെ തൊട്ട് മഴയാട്ടോ. ഭാഗ്യത്തിന് വന്നു കയറിയപ്പോ തന്നെ നമുക്ക് കൈനീട്ടം കിട്ടി. നമ്മുടെ ഓട്ടോ വർക്ക്ഷോപ്പിലേക്ക് ഒരു സാധനങ്ങൾ കൊണ്ട് കൊടുക്കാൻ വേണ്ടി ആ ഓട്ടം പോയി തിരിച്ചു വന്നപ്പോഴേക്കും നമ്മുടെ വീടിന്റെ അവിടെ നിന്ന് ഓട്ടം വിളിച്ചേ. അങ്ങനെ നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ വീടിന്റെ അടുത്ത് എത്തിയിട്ടോ. അപ്പൊ ഇവിടുന്ന് വലത്തോട്ട് മുകളിലേക്ക് കിടക്കുന്ന വഴി കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന ഹൈവേ. ഇത്തവണ മഴ കുറവായിട്ട് നമ്മുടെ ആറ്റിലും വെള്ളം കുറവാട്ടോ. തിരിച്ച് രാജാക്കാട് വന്നപ്പോഴേക്കും നമുക്ക് വേറെ ഓട്ടം കിട്ടി. അപ്പൊ ഇവിടുന്ന് കുറച്ച് വളം കെട്ടിക്കൊണ്ട് പോകാണ്ടേ. ഈ ഓട്ടം നമുക്ക് രാജകുമാരി കുരുവള സിറ്റിക്ക് പോകുന്ന വഴിക്കാണ്. അങ്ങനെ അതെല്ലാം കയറ്റി പെറുക്കി വെച്ച് നമ്മൾ നേരെ വിട്ടു. ഇന്നിപ്പോ തോരാതെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എത്രയൊക്കെ ആണെങ്കിലും ഈ മഴയത്ത് ഓട്ടോറിക്ഷ ഓടിക്കാൻ പ്രത്യേക രസം. നല്ല രീതിക്ക് മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പയ്യെ പൊക്കോണ്ടിരിക്കുകയാണ്. സാധാരണ നമ്മൾ രാജകുമാരി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും തിരക്കാണ്. ഇന്നിപ്പോ അങ്ങനെ തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല. അങ്ങനത്തെ രാജകുമാരി പള്ളി എത്തി. നമ്മളെ വളത്തിന് കുറച്ച് വെയിറ്റ് കൂടുതലുള്ളതുകൊണ്ട് പതിയെ ആട്ടോ പോകുന്നത്. അങ്ങനെ വന്നിറങ്ങിയപ്പോഴേക്കും ഇവിടെ ആരെയും കാണാനില്ല. പിന്നെ ഒരു 10 മിനിറ്റ് നോക്കി നിന്നപ്പോഴേക്കും അവര് വന്നു കേട്ടോ. വളമെല്ലാവർക്ക് തിരിച്ചു പോയിരുന്നവർക്ക് നമ്മുടെ മച്ചാനെ കണ്ടു. മഴയായതുകൊണ്ട് പിന്നെ ഞാൻ ഇറങ്ങാൻ നിന്നില്ല, നേരെ രാജാക്കാടിലേക്ക് പോകും. അങ്ങനെ ഉച്ചക്കത്തെ കഴിപ്പെല്ലാം കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് വേറൊരു ഓട്ടം കിട്ടി. അതോട് രാജാക്കാട് എത്തിയപ്പോഴേക്കും നമുക്ക് പിന്നെയും രാജകുമാരിക്ക് ഓട്ടം കിട്ടി. നമ്മളൊരു ഹോമിയോ ക്ലിനിക്ക് വന്നാണ്. നമുക്ക് അവിടെ ഒരു അരമണിക്കൂർ പോസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എഡിറ്റ് ചെയ്തിരുന്നപ്പോഴേക്കും അവര് അങ്ങനെ അവരെ കൊണ്ടാക്കി തിരിച്ച് സ്റ്റാൻഡിലേക്ക് വന്നപ്പോഴേക്കും നമ്മുടെ ഒരു കമ്പനിക്കാരനെ കണ്ടേ. പിന്നെ അവനെയും കൂട്ടി ഒരു ചായ കുടിക്കാൻ വേണ്ടി പോയി. ഞങ്ങൾ പണ്ടത്തെ ബാല്യകാല സുഹൃത്തുക്കളാട്ടോ. ആശാനും വണ്ടി ഓടിക്കും കേട്ടോ. മുനിയറയിലാ വണ്ടി. നമ്മുടെ മച്ചാന്റെ താക്കോലെ കുറെ വെറൈറ്റി കീച്ചേനെ കിട്ടും. കുറെ നാൾ കൂടി കണ്ടോണ്ട് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞാൻ നേരെ അടുത്ത ഓട്ടം പോയി. സമയം ഇപ്പൊ ഒരു 7:30 ആയിട്ട് ആ ഓട്ടം കഴിഞ്ഞ് നേരെ ഒന്ന് സ്റ്റാൻഡിൽ. അങ്ങനെ ഇന്നത്തെ ഓട്ടം ഏതാണ്ട് തീരുമാനമായും തോന്നുന്നു. എല്ലാവരും പിരിയുന്ന ഭാവം. ഞാനും വണ്ടി എടുത്ത് നേരെ വീട്ടിലോട്ട് പോകുന്നു. അപ്പൊ ഇതേപോലത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ്. അപ്പൊ ഇത്രേ ഉള്ളൂ.